ഇനി ഒരു തവണയും കൂടി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ സ്വീകരിക്കുമോ? ഞാനൊരു പാർട്ടി അംഗമാണല്ലോ. ഓക്കെ, അങ്ങനെ ഡിപ്ലോമാറ്റിക് ആൻസർ പറ്റില്ല, അത് പറ്റില്ല. ഇനി ഒരു തവണയും കൂടെ ജയിച്ചു വരികയാണ് മന്ത്രിസ്ഥാനമായിട്ട്, ഓക്കെ, വീണ ആരോഗ്യവകുപ്പ് തന്നെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കോ ഇല്ലയോ? ദർ ഇസ് നോ ചോയ്സ്. എന്ന് വെച്ചാൽ നമ്മൾ മത്സരിക്കണോ എന്നുള്ളത് ഓക്കെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണ്. അത് മത്സരിക്കണോ അല്ല വേണ്ടയോ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇനി ഏത് ഉത്തരവാദിത്തം ചെയ്യണം എന്നുള്ളത് പാർട്ടി വിൽ ഡിസൈഡ്. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ 5 വർഷമില്ലേ, നേരത്തെ പറഞ്ഞില്ല, ഞാൻ ചുമതലയേൽക്കുമ്പോൾ 2ാം വേവിൻ്റെ തുടക്കം മെയ് 20-ാം തീയതി ഈ ഒരു 5 മണി കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ 30,000 കേസസ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ടോട്ടൽ ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ലോക്ക്ഡൗൺ അങ്ങനെ സംസ്ഥാനം നിർമ്മാണം ഇല്ല, ഓഫീസുകൾ പോകുന്നില്ല, വർക്ക് ഫ്രം ഹോമാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും ഒന്ന് ഫ്രീസ്ഡായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് നമ്മളുടെ വാക്സിനേഷൻ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ നമ്മുടെ സ്ട്രാറ്റജീസ് മൈക്രോ കണ്ടെയ്ൻമെൻറ്റിലേക്ക് പോയി നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. ഈ നിമിഷം വരെ ഞാൻ നേരത്തെ പറഞ്ഞ 5417 ജനകാരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ സ്പെഷ്യാലിറ്റി സർവീസസ് 125 ഹോസ്പിറ്റൽസ്, ഡയാലിസിസ്, എല്ലാ ജില്ലകളിലും കാത്ത് ലാബ്, പുതിയ സ്ഥാപനങ്ങൾ KCDC, രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഉൾപ്പെടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണായുഷ് ഒക്കെ ഉൾപ്പെടെ പുതിയ സ്ഥാപനങ്ങൾ ഇതെല്ലാം സാധ്യമാക്കി. അതുകൊണ്ട് 100% കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും റിസൾട്ട് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുമ്പോഴാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കാലത്ത് അല്ലെങ്കിൽ പോലും അപ്പോഴും ആ ക്വസ്റ്റ്യനുണ്ട്, മന്ത്രിയുടേതാണോ ഉത്തരവാദിത്തം എന്നുള്ളതുണ്ട്. ഇനി അങ്ങനെ ആണെങ്കിലും മുൻപൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇത്രയും നമ്മൾ ആക്രമിക്കപ്പെടുമ്പോഴും ഒരു കാര്യമുണ്ട് കേട്ടോ, ആരോഗ്യവകുപ്പ് ഒരു ടീമായിട്ട് ഒന്നിച്ചെന്ന് പ്രവർത്തിച്ചു. കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് മന്ത്രിക്ക് കിട്ടുന്നുണ്ടോ? നെഗറ്റീവ് ആവുന്ന ക്രെഡിറ്റ് മാത്രമല്ല മന്ത്രിക്ക് കിട്ടുന്നുള്ളൂ. വളരെ കറക്റ്റ്. ഞാൻ അതിലൊരു ഉദാഹരണം പറയട്ടെ. ഈ അടുത്ത് ഞാനൊരു ജേർണലിസ്റ്റിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആളോടും വളരെ അടുപ്പുള്ള 1-2 പേരോടും മാത്രം അതല്ല സത്യം ഇതെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ആരോടും ഞാൻ അത് പറയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം എനിക്കൊരു അടുപ്പമുള്ളൊരു ജേർണലിസ്റ്റിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പടം വെച്ചിട്ടാണ് ചർച്ച എന്ന് വെച്ചിട്ട് ഒരു പത്രത്തിലും പിറ്റേ ദിവസം ഇതേപോലെ CM RCCയുടെ 14 നില ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തിട്ട് ആ കത്രിക എൻ്റെ കയ്യിൽ തരുകയാണ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേജിൽ പോലും ഒരു പടം കൊടുക്കത്തില്ല, കാരണം ആ പത്രം കൊടുക്കാറില്ല അങ്ങനെ. പക്ഷേ അന്ന് ഈ പടം ഫ്രണ്ട് പേജിൽ കൊടുത്തു എൻ്റെ കയ്യിൽ തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ജേർണലിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ, ആ പത്രത്തിലെ ജേർണലിസ്റ്റ് അല്ല, പക്ഷേ ഞാൻ പറഞ്ഞു, കണ്ടില്ലേ ഇന്നതിങ്ങനെ, പിന്നെ നിങ്ങളുടെ ചാനലിലെ പരിപാടി ഇങ്ങനെ, ഇതൊന്നുമല്ല സത്യം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ഈ കാലത്ത് നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് WHO ഗൈഡ് ലൈൻ എല്ലാവരും DME ഒന്നുകൂടി ഇറക്കി, സർക്കുലറായിട്ട് ഇറക്കി, ഗവൺമെൻറ് എൻ്റെ നടപടി സ്വീകരിച്ചു, സേഫ്റ്റി ഗൈഡ് ലൈൻ. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആഗോളതലത്തിൽ 10% വീഴ്ച, ഇങ്ങനെ സർജിക്കൽ എറേഴ്സ് എങ്കിൽ നമുക്ക് 0.02% ഉള്ളൂ. ഗ്ലോബലി ഇറ്റ്സ് 10% സർജിക്കൽ എറർ, പക്ഷേ നമ്മുടെ 0.02% ഉള്ളൂ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അല്ല, സർജിക്കൽ എറേഴ്സ് ഉണ്ടാകാതിരിക്കുന്നത് ഡോക്ടർമാരുടെ കഴിവല്ലേ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അതേ തിരിച്ചു ചോദിച്ചോ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ഇതൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ. അതായത് സർജിക്കൽ എറേഴ്സ് ഉണ്ടാകുന്നില്ല, 0.02% ഉള്ളെങ്കിൽ അത് ആരോഗ്യ പ്രവർത്തകരുടെ മികവാണെങ്കിൽ എങ്ങനെ ആ 0.02% എറർ മന്ത്രിയുടെ പ്രശ്നമാവും?